ഏറ്റവും കൂടുതൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടാൽ പ്രാർത്ഥന എന്ന ആ വേറിട്ട സമയവും അതിനുശേഷം ദേവാലയത്തിലും കർത്താവ് സമയം ചെലവഴിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേവാലയവുമായുള്ള നമ്മുടെ ഒരു ആത്മബന്ധം. സെന്റ് അഗസ്റ്റിൻ എന്ന മനുഷ്യൻ പറഞ്ഞത്, സ്വർഗത്തിൽ നമുക്കൊരു പിതാവ് ഉണ്ടാകുന്നത് ഭൂമിയിൽ സഭ എന്ന മാതാവ് ഉള്ളത് കൊണ്ടാണ്. സ്വർഗീയ പിതാവേ എന്ന് വിളിക്കാൻ നമുക്കൊരു പിതാവ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ഭൂമിയിൽ സഭ എന്ന മാതാവ് ഉള്ളത് കൊണ്ടാണ്. ഒരു സഭ, നമ്മളൊരു ലോക്കൽ ചർച്ച് നമുക്കുള്ളത് എന്തിനാണ്? സ്വർഗീയ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയാണ് നമ്മുടെ ചർച്ച്. ഒരു ആലയവുമായി നമ്മളെ ബന്ധപ്പെടുത്തി കർത്താവ് നിർത്തിയിരിക്കയാൽ സ്തോത്രം. ചെറുപ്പക്കാരൻ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകാൻ അമ്മ വിളിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്ന് ഞാൻ വരുന്നില്ല, ഞാൻ ഓൺലൈനിൽ കണ്ടോളാം. അപ്പോ ആ അമ്മ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് ഭക്ഷണം, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ നിനക്ക് ഓൺലൈനിൽ ഇട്ടേക്കാം. ദൈവത്തെ ആരാധിക്കാൻ ആലയത്തിൽ പോകുക എന്ന് പറയുന്നൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു ആരോഗ്യം നമുക്കുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. ദൈവം അങ്ങനെ ഒരു അവസരം തന്നാൽ അത് ഭാഗ്യമാണ്. ഹല്ലേലൂയ. നേരത്തെയൊക്കെ നമുക്ക് വാഹനമില്ല, ഒരു ബൈക്കോ അല്ലെങ്കിൽ സൈക്കിൾ പോലും ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് നമുക്ക് ഒന്നിലേറെ വാഹനങ്ങൾ കർത്താവ് തന്നു, സൗകര്യങ്ങൾ കർത്താവ് തന്നു. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിനെ ആരാധിക്കാൻ ആലയത്തിലേക്ക് പോകുക എന്നുള്ളത് എത്ര സന്തോഷകരമായ സമയമാണ്. എങ്ങനെയായിരിക്കും കർത്താവിന് ആ ശീലം ഉണ്ടായത്? കർത്താവിന്റെ മാതാപിതാക്കൾ, കർത്താവിന്റെ യോസഫും മറിയയും കുഞ്ഞു പ്രായമായിരിക്കുമ്പോൾ യേശുവിനെ എവിടെ കൊണ്ടുപോകും? ദേവാലയത്തിൽ. അവിടെയല്ലേ ശിമയോൻ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചത്? അവിടെയല്ലേ ഹന്ന ദൈവത്തെ വാഴ്ത്തിയത്? ആ ദേവാലയത്തിൽ ആ കുഞ്ഞു പ്രായത്തിലെ യേശുവിനെ കൊണ്ടുപോയി. മറിയ ഒരിക്കലും പറഞ്ഞില്ല, ദേ പള്ളി പോണ്ടാട്ടോ, ഒരിക്കലും നിന്നെ അവിടെ വെച്ചാ കാണാതായത്. മാനുഷികമായി ഇവിടെ കാണാതെ പോയെങ്കിലും കണ്ടെത്തി തിരിച്ച് കുഞ്ഞു വന്നല്ലോ. അപ്പൊ ഇന്ന് ജീവനോടെ കുഞ്ഞ് ഇരിപ്പുണ്ടെങ്കിൽ അത് ആരുടെ മിടുക്കാം? നമ്മുടെ നോട്ടത്തിന്റെ മിടുക്കാണോ? മാതാപിതാക്കളെ, നമ്മുടെ നോട്ടത്തിന്റെ മിടുക്കാണോ നമ്മൾ കുഞ്ഞുങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്? ആണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോണ്ടാണോ? നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടാണോ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? അല്ല. നമ്മളെക്കാൾ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമ്മുടെ മക്കൾക്കുണ്ട്. നമ്മളെക്കാൾ പരിഗണിക്കുന്ന സ്വർഗത്തിലെ ദൈവം അവർക്കുണ്ട്. അവർ പോകുന്നിടങ്ങളിൽ മരണത്തിന്റെ ദൂതന്മാരുടെ നോട്ടം കിട്ടാതെ അവരുടെ വഴികളെ ദൈവം ഒരു വിജയത്തോടെ സൂക്ഷിക്കുന്നതിന്റെ കാര്യം മാതാപിതാക്കളെ നമ്മുടെ മിടുക്കല്ല, അവരുടെ കൂടെയുള്ള ദൈവത്തിന്റെ, ബൈബിളിൽ പറയുന്നു, അത്യുന്നതന്റെ നിഴലിന്റെ കീഴിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുള്ളത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണുള്ളത്. ദേവാലയവുമായി നമ്മുടെ കുഞ്ഞുങ്ങളെ കണക്ട് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുക. ദേവാലയം അത് വലിയൊരു അനുഗ്രഹമാണ്.